കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവ് മരുഭൂമിയിൽ പിശാച് യേശുവിനെ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണ കാലഘട്ടം നമുക്കെല്ലാവർക്കും പരിചിതമാണ്, അല്ലേ? അതിൽ 3 പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. 1, കല്ലിനെ അപ്പമായി തീരുവാൻ ഭക്ഷിക്കുന്ന ഒരു ഭാഗം. 2, ഈ ലോകത്തിലുള്ളതെല്ലാം എൻ്റേതാണ്, എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് നൽകിത്തരാം എന്ന് പറയുന്ന 2ാമത്തെ പരീക്ഷണം. 3ാമത്തേത് ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്നിട്ട് താഴോട്ട് ചാടാൻ പറയുന്നു. നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൂതന്മാരെ കൊണ്ട് കരങ്ങളിൽ വഹിച്ചുകൊള്ളുമെന്ന് പറയുന്ന 3ാമത്തെ പരീക്ഷണം. ഇതിൽ 2ാമത്തെ പരീക്ഷണത്തിന് യേശു കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് നമ്മൾ വായിച്ചത്. പിശാച് യേശുവിനെ മുകളിലോട്ടൊരു മലയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഈ ലോകം മുഴുവനും യേശു കർത്താവിന് കാണിച്ചു കൊടുത്തു. പറഞ്ഞു, എനിക്ക് മനസ്സുള്ളവന് ഞാനത് കൊടുക്കുന്നു, പക്ഷേ എന്തു ചെയ്യണം? എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിൻ്റേതാകും എന്ന് പറയുന്നതിന് പിശാചിന് യേശു കൊടുക്കുന്ന മറുപടിയാണ് നമ്മൾ വായിച്ചത്. നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ദൈവത്തെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? ആരാധിക്കാവൂ. വേദപുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് വിഗ്രഹത്തെ ആരാധിക്കുന്നവൻ ദുഃഖം അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്ന ഭാഗമുണ്ട്, അല്ലേ? അപ്പം സ്വർഗത്തിലെങ്കിലോ ആകാശത്തിലോ ഭൂമിയിലെങ്കിലോ യാതൊരു വിഗ്രഹത്തെ ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയായിട്ട് നമുക്കതിനെ കാണുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട്. അതുപോലെ തന്നെ 100-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്ന സമയത്ത് അതിൻ്റെ 3ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, യഹോവ തന്നെ ദൈവമെന്ന് അറിയുവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. സ്തോത്രം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തെ ദൈവം എന്നറിഞ്ഞ് ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോഴാണ് ആ ആരാധന പൂർണ്ണമാകുന്നത്, അല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, പണം, സമ്പത്ത്, സ്തോത്രം, സ്ഥാനമാനങ്ങൾ ഇതെല്ലാം ഉണ്ട് എങ്കിൽ പോലും ഇതൊന്നും നമ്മൾ ആരാധിക്കേണ്ടതല്ല. സ്തോത്ര, പകരം ഇതെല്ലാം തന്ന ദൈവത്തെ നമ്മൾ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. റോമാലേഖനം നമ്മൾ വായിക്കുന്ന സമയത്ത് വളരെ കൃത്യമായ രീതിയിലൊരു പരാമർശം പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൻ്റെ പ്രാരംഭ അധ്യായങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, അല്ലേ? സ്തോത്രം. എന്തുവായിരുന്നു? ക്ഷയിച്ചു പോകുന്ന പക്ഷി, നാൽക്കാലി, ഇഴജന്തു, മനുഷ്യൻ, ഇവയെ ആരാധിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയുമെന്നുള്ളൊരു ചിന്ത പരിശുദ്ധാത്മാവിലൂടെ പൗലോസ് അപ്പോസ്തലൻ കൈമാറുകയാണ്, അല്ലേ? ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു തലത്തിലേക്ക് വരികയാണ്. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിലുള്ള മനുഷ്യരെയോ മനുഷ്യൻ ഉണ്ടാക്കിയതിനെയോ അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ഇഴജന്തുക്കളോ പക്ഷിയോ നാൽക്കാലി ഇവയൊന്നിനെയും ആരാധിക്കാൻ വേദപുസ്തകം നമ്മളെ അനുവദിക്കുന്നില്ല. ആരെ മാത്രമേ? ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ദൈവത്തെ മാത്രമേ ആരാധിക്കാവുന്നതിൻ്റെ അർത്ഥം ദൈവം സൃഷ്ടികർത്താവാണ്. ആ സൃഷ്ടികർത്താവിനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നത് പോലെ സകല മഹത്വവും മാനവും പുകഴ്ചയ്ക്കും യോഗ്യനായ ഒരുവൻ മാത്രം, അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആവർത്തിച്ച് പറയാം, ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ട് നമ്മുടെ ആയുഷ്കാലം മുഴുവനും ദൈവത്തിന് സമർപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെല്ലാവരെയും ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളെ കൊണ്ട് ദൈവം നിറയ്ക്കണം. എല്ലാവിധ ശൂന്യതകളെയും ദൈവം മാറ്റി എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും ഏൽപ്പിക്കുന്ന മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.